അറിയൂടാ. ഞാൻ അങ്ങനെ ട്രെയിലറൊന്നും കാണാതെയാണ് വന്നത്, പക്ഷേ പടം ഇഷ്ടമായി. ഫാമിലി മൂവീസിനൊക്കെ കാണാൻ പറ്റിയിട്ടൊരു മൂവിയാണ്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സ്ലാങ് ആയിട്ട് ഇപ്പോൾ ആരും അങ്ങനെ സംസാരിക്കാറില്ല. കാരണം ഈ ടെക്നോ പാർക്കും മോൾ സംസ്കാരമൊക്കെ വന്നതിന് ശേഷം എല്ലാവരും മലയാള തിരുവനന്തപുരത്തുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. അങ്ങനെ അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി വിഷ്ണു ശശാങ്കർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, ബാലു വറീസ് തുടങ്ങിയ നീണ്ട താരത്തിന് ഒന്നിക്കുന്ന മാളികപ്പുറം ടീമിൻ്റെ സുമതി വളവ് എന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമ കണ്ട പ്രശ്നം വെച്ച് നോക്കാം. അതെ, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും പബ്ലിക് റിവ്യൂസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ഷൻ കോമഡീസ് ഉള്ളായിരുന്നു, പിന്നെ ഹൊറർ വിഷ്വൽസ് നൈസായിരുന്നു. മേക്കിംഗ് പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നു, നല്ല സോങ്സും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നൈസായിരുന്നു. പടം കൊള്ളായിട്ടുണ്ട്. കണ്ടിടത്തോളം ഞാൻ അങ്ങനെ ട്രെയിലറൊന്നും കാണാതെയാണ് വന്നത്, പക്ഷേ പടം ഇഷ്ടമായി. പേടിക്കാനുണ്ടോ ബ്രോ? അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മേക്കിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു നല്ല സിനിമയാണ്. സുമതി വളവ് എന്ന് പറയുന്നൊരു സ്ഥലം തന്നെ പാലോടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു സിനിമ ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു ഹൊറർ സിനിമയാണെങ്കിലും ഒരു കോമഡി ടച്ച് കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് വളരെ നല്ലൊരു പിന്നെ ടൈം പാസ് കൂടെ ആയിട്ടുണ്ട്. നമുക്കത് പേടിക്കാൻ വേണ്ടി കൊണ്ടുപോട്ടോ സിനിമയിൽ? കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ചില സീനുകളിൽ പേടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലൊരു അഭിപ്രായം. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊരു പക്ക എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ആക്ടിങ് മെച്ചപ്പെടുത്തായിരുന്നു. എസ്പെഷ്യലി മുകേഷിൻ്റെ മോനായാലും ഹരിശ്രീ അശോകിൻ്റെ മകന് നല്ലൊരു ആക്ടിങ് കാഴ്ചവെച്ചു. അതേപോലെ സ്ലാങ് ട്രിവാൻഡ്രം ലാംഗ്വേജ് തന്നെയാണോ വരുന്നത്? കാരണം കഥ ഇവിടുത്തെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയോ? അല്ല, അത് നോർമൽ ഭാഷ, മലയാള ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ വേറൊരു സിനിമ ഒരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വ്യസന സമേതം ബന്ധുമിത്രാദികളിൽ ഏകദേശം ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ലാങ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സ്ലാങ് ആയിട്ട് ഇപ്പോൾ ആരും അങ്ങനെ സംസാരിക്കാറില്ല. കാരണം ഈ ടെക്നോ പാർക്കും മോൾ സംസ്കാരമൊക്കെ വന്നതിന് ശേഷം എല്ലാവരും മലയാള തിരുവനന്തപുരത്തുള്ള സാധാരണ പഴയ ആ കാലത്തുള്ള ഭാഷ സംസാരിക്കാതെ ഭാഷയിൽ മാറ്റം വരുത്തി തന്നെ ഉണ്ടായി. ആവറേജ് ആണ്. അത്ര പേടിക്കാനൊന്നുമില്ല. സുമതി പ്രതീക്ഷ പോയിട്ട് അർജുൻ അശോകനെ കണ്ടു, അത്രേ ഉള്ളൂ. നല്ല കൊള്ളാം, ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്, കുഴപ്പമില്ല. ഫാമിലി മൂവീസിനൊക്കെ കാണാൻ പറ്റിയിട്ടൊരു മൂവിയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഇറങ്ങിയ നിലയ്ക്ക് വരുന്ന നോക്കുന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവി, ഒരു വലിയ ലോജിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കോമഡി വർക്കാണോ? കോമഡി വലിയ കോമഡി ഒന്നുമില്ല. ട്രിവാൻഡ്രത്തിന്റെ കഥയില്ലേ? അപ്പൊ ഒരു കേട്ടറിഞ്ഞ കഥയൊക്കെ ആണോ കണ്ടു ചെന്ന് തോന്നുന്നത്? ആ കഥ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ശരി ബ്രോ, എങ്ങനെയുണ്ടല്ലേ? ആണോ? കോമഡി പേടിക്കൂ? പേടിക്കാൻ അങ്ങനെയൊന്നുമില്ല. ബ്രോ എങ്ങനെ ജസ്റ്റ് ഒരു അഭിപ്രായം? ബ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. എല്ലാവരും വന്ന് കാണണം. എന്താ എടുത്ത് പറയാം, സിനിമയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടതായിട്ട് പറയാൻ? ആ സുമതി എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കണൊക്കെ രീതിയിൽ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം.